അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഹോണ്ട യൂണിക്കോൺ അങ്ങനെ 15 വർഷം പൂർത്തിയാകാറായി. റീടെസ്റ്റിന് ടൈമായി. അപ്പോൾ അതാണ് ഇനി പെയിൻറ്റ് വർക്കിനൊക്കെ കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ സ്വന്തമായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത്. ഇളക്കിയൊന്നും അടിക്കുന്നില്ല, ജസ്റ്റ് ഇതിൻ്റെ റിപ്പയർ എല്ലാം ചെയ്ത് പെയിൻറ്റ് പോയ സ്ഥലം ടാങ്കും മറ്റുമൊക്കെ വൃത്തിയാക്കി പെയിൻ്റ് അടിച്ച് വിടുകയാണ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ വണ്ടിയുടെ അവസ്ഥ. സ്പെയർ പാർട്സ് എല്ലാം വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രൈസ് എല്ലാം പറയുന്നതാണ് ഫുൾ വീഡിയോയിലൂടെ. ഇപ്പോൾ ഇത് വാട്ടർ വാഷിന് കൊടുക്കാൻ പോവുകയാണ് പെയിൻ്റ് അടിക്കാനായിട്ട്. ഇത് ഏകദേശം 2,75,000 കിലോമീറ്ററിന് മുകളിൽ ഓടിയതാണ്. എക്സാക്റ്റ് അറിയില്ല, മീറ്റർ കുറച്ചാണ് കംപ്ലൈൻ്റ് ആയിരുന്നു. ഇപ്പോൾ അത് റിപ്പയർ ചെയ്തെടുത്തു. ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ. ഇപ്പോൾ സ്പീഡോമീറ്റർ ഇപ്പോൾ ഈ സൂചിയൊക്കെ പുതിയത് വെച്ചതാണ്, റിപ്പയർ ചെയ്തെടുത്തതാണ്. പുതിയത് ഏകദേശം 4,000 രൂപ അടുപ്പിച്ചൊക്കെ വരും. അങ്ങനെയാണ് റിപ്പയർ ചെയ്തെടുത്തത്. റിപ്പയർ ചെയ്തപ്പോൾ 300 രൂപ തീർന്നു. സൈഡ് മിററൊക്കെ പോയിട്ടുണ്ട്. ഈ പ്ലാറ്റ്ഫോമൊക്കെ പുതിയത് മാറിയതാണ്. ഇത് പൊട്ടിപ്പോയ കാര്യമൊക്കെ ചാനലിൽ ഞാൻ ഒരിക്കൽ അപ്ലോഡ് ചെയ്തതായിരുന്നു. ഇപ്പോൾ നമുക്ക് വാട്ടർ വാഷിന് കൊടുത്ത് വണ്ടി ഫുള്ള് റിപ്പയർ കഴിയുമ്പോൾ എത്ര രൂപ ടോട്ടലായി എന്നൊക്കെ പറയുന്നതാണ്. ഇപ്പോൾ നമ്മൾ വണ്ടിയുടെ വാട്ടർ വാഷ് കഴിഞ്ഞിരിക്കുകയാണ്. 200 രൂപയാണ് ആയത്. നല്ല നീറ്റായിട്ട് തന്നെ അവർ ചെയ്തു തന്നിട്ടുണ്ട്. ഓയിലും കൂടി അടിക്കുകയാണെങ്കിൽ 250 രൂപയാവും. പക്ഷേ നമുക്ക് പെയിൻറ്റ് അടിക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഓയിൽ അടിച്ചിട്ടില്ല. നല്ല വൃത്തിക്ക് തന്നെ അവർ പണിയെടുത്ത്. ജസ്റ്റ് ഒരു ആക്സിഡൻറ്റിൽ നിന്ന് ഇപ്പോൾ രക്ഷപ്പെട്ടതേ ഉള്ളൂ. ഒരു പട്ടിക്കുട്ടി കുറേ ചാടി. ABS ഇല്ലാത്തൊരു വാഹനം ബൈക്ക് ഞാൻ ഒരുപാട് നാളിന് ശേഷം ഓട്ടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രശ്നം ഇന്ന് കണ്ടു. ഒരുപാട് നാളിന് ശേഷം ഞാൻ യൂണിക്കോൺ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിൻ്റെ ബാക്കി മെക്കാനിക്കൽ ഭാഗം വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ, പിന്നെ പെയിൻ്റൊക്കെ അടിച്ച് തുടങ്ങുമ്പോൾ ബാക്കി വീഡിയോയിലേക്ക് കിടക്കാം. വണ്ടിയുടെ പെയിൻറ്റിങ് വർക്കൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. മഴ കാരണം അതൊന്നും കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ടാങ്കിൽ നമ്മൾ മാറ്റ് പെയിൻ്റ് അടിച്ച്, സ്പ്രേ പെയിൻറ്റ്. ഫിനിഷിംഗ് ഒന്നും അത്രയ്ക്ക് ആയിട്ടില്ല, സ്വന്തമായിട്ടാണ് ചെയ്തത്. പക്ഷേ എൻജിൻ സൈഡ് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പുതിയ കണക്ക് തന്നെ ആയി. നമ്മൾ വാട്ടർ വാഷിന് കൊടുത്ത് അവരും പറഞ്ഞു നല്ല എൻജിൻ സൈഡൊക്കെ ഓക്കെ ആണെന്ന്. അവിടെ നമ്മൾ അടിച്ചത് സൈലൻസർ കോട്ടിംഗ് ആണ്. പിന്നെ സാധനം മാറിയത്, നമ്മൾ മഡ് ഗാർഡ് മാറിയിട്ടുണ്ട്. അത് പക്ഷേ 13 കൊല്ലം മുമ്പ് മാറിയത്. 2013 വാങ്ങിച്ചു വെച്ചതാണ്. ഇപ്പോഴാണ് കവർ പൊട്ടിക്കുന്നത്. അന്ന് 730-790 രൂപയായിരുന്നു. അപ്പോൾ അത് നമ്മളെ കോസ്റ്റിൽ കൂട്ടണ്ട, പണ്ട് വാങ്ങിച്ചു വെച്ചതാണ്. പിന്നെ ഇൻഡിക്കേറ്റർ ഒരെണ്ണം 250 രൂപയാണ്, 260 4 മാറി. നമുക്കത് 1000 രൂപ കൂട്ടാം. പിന്നെ മാറിയത് ഈ സ്വിച്ച് നമ്മൾ മാറിയിട്ടുണ്ട്. അത് പക്ഷേ ഹോണ്ടയുടെ ഒറിജിനൽ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ മിണ്ട എന്ന് പറഞ്ഞ കമ്പനിയുടെ 650 രൂപ. ആ പ്രൈസ് ജെനുവിൻ സ്പെയറിൻ്റെ പ്രൈസ് തന്നെയായി, 650 രൂപയായി. അത് വാങ്ങിച്ചു വെച്ചു. പിന്നെ ഒരു മിറർ വാങ്ങി. അത് ജെനുവിൻ സ്പെയർ അല്ല. റൈറ്റ് സൈഡ് ജെനുവിൻ സ്പെയർ ആണോ അത്, പക്ഷേ അതിപ്പോൾ മാറിയതല്ല. അപ്പോൾ നമുക്ക് 650, 150, 800 രൂപ, അതായത് 1800 രൂപ ഇതുവരെ ഉള്ളതായി. പിന്നെ 4 ഫുഡ് റെസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. 100 രൂപ വെച്ചാണ്. ജെനുവിൻ സ്പെയർ തന്നെയാണ്. അത് 400 രൂപയായി. അപ്പോൾ 2200. പിന്നെ ഏറ്റവും വലിയ ചിലവെന്ന് പറഞ്ഞാൽ ചെയിൻ കവറാണ്. 1000 രൂപയായി. എൻ്റെ ടോപ്പ് കവർ മാത്രമേ തുരുമ്പുണ്ടായിരുന്നുള്ളൂ, 2 പീസായിട്ട് പക്ഷേ കിട്ടിയുള്ളൂ. അപ്പോൾ മൊത്തം 3200 ചിലവ് വന്നത്. 3200 രൂപയായി. പാർട്സിന് മാത്രമായിട്ട് 3200 ആയത്, റീസ്റ്റോറേഷൻ പാർട്സിന്. പിന്നെ കേബിളൊക്കെ മാറിയിട്ടുണ്ട്. അത് റീസ്റ്റോറേഷൻ്റെ ഭാഗമല്ല, പണി ചെയ്യുന്നതുകൊണ്ട് മാറിയതാണ്. ക്ലച്ച് കേബിളും ആക്സിലേറ്റർ കേബിളും. പിന്നെ ടാക്സ് വരികയാണെങ്കിൽ 1300 രൂപ. അതുകൂടാതെ റീടെസ്റ്റ് ഫീസും ഏജൻറ്റിൻ്റെ ഫീസും കൂടി 2300 രൂപ ഞാൻ ഇന്നലെ കൊടുത്തു. 2300-ൽ 650 രൂപയാണ് റീടെസ്റ്റ് ഫീസ് എന്നാണ് ഏകദേശം ഉദ്ദേശം പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വർക്ക്. പിന്നെ പെയിൻറ്റിൻ്റെ പ്രൈസ് സൈലൻസർ കോട്ടിങ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയത് 850 രൂപയെ 2 ബോട്ടിൽ, 400 മില്ലി ആണെന്ന് തോന്നുന്നു. പിന്നെ മാറ്റ് ബ്ലാക്ക് പെയിൻറ്റ് 200 രൂപ, സ്പ്രേ പെയിൻറ്റ്. ആകെ മൊത്തം ഇത്രയേ എനിക്ക് ചിലവ് വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. യൂണിക്കോണായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചോദിക്കാവുന്നതാണ്. താങ്ക് യു.